പാചകവാതകത്തിന് കുത്തനെ വില കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ ഒന്നിന് 86 രൂപ 50 പൈസയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 149 രൂപയുമാണ് കൂട്ടിയത്. കഴിഞ്ഞ മാസവും പാചകവാതകത്തിന്റെ വില ഗണ്യമായി കൂട്ടിയിരുന്നു. സബ്സിഡി വേണ്ടെന്ന് വെച്ചവർക്ക് സർക്കാർ തീരുമാനം വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നൽകിക്കൊണ്ടാണ് പാചകവാതകത്തിന് വീണ്ടും കുത്തനെ വില കൂട്ടിയിരിക്കുന്നത്. 87 രൂപ മുതൽ 149 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സബ്സിഡിയുള്ള സിലിണ്ടറുകൾക്ക് 86 രൂപ 50 പൈസ കൂട്ടി. ഇതോടെ സിലിണ്ടർ ഒന്നിന് 750 രൂപയായി. നേരത്തെ ഇത് 664 രൂപ 50 പൈസയായിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ സിലിണ്ടറുകളുടെ വില 1388 രൂപയാക്കി ഉയർത്തി. 149 രൂപയാണ് ഇതിന് കൂട്ടിയത്. വില വർധന ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. പാചകവാതക സബ്സിഡി ഉപേക്ഷിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് വില ഉയർത്തിയ സർക്കാർ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസവും പാചകവാതക വില വൻതോതിൽ ഉയർത്തിയിരുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ളതിന് 65 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ളതിന് 105 രൂപയുമാണ് കഴിഞ്ഞ മാസം വർദ്ധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാചകവാതക വില വൻതോതിൽ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഒരു ന്യായീകരണവുമില്ലാത്ത ഈ വിലവർദ്ധനവ് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ്. ഗ്രാമ നഗര വ്യത്യാസമന്യേ ഭൂരിപക്ഷവും പാചകവാതകത്തെ ആശ്രയിക്കുന്ന കേരളീയരെ പൊതുവിൽ കൊള്ളയടിക്കുന്നതാണ് വിലവർദ്ധനവ്. ഇത് അടിയന്തരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന് കോടിയേരി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വികസനം മുടക്കാൻ വരുന്നവരെ അംഗീകരിക്കില്ലെന്നും അത്തരക്കാരുടെ നിലപാട് ഈ സർക്കാരിനോട് വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു തരത്തിലുമുള്ള അകൽച്ച ഭരണവും IAS-കാരും തമ്മിലില്ല. സെക്രട്ടേറിയറ്റ് സർവീസും ഉൾപ്പെടുത്തിയുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിരിക്കും നടപ്പിലാക്കുക. വിജിലൻസ് കേസുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി ബെഞ്ച് തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകട്ടെയെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. RSSുമായി CPM ഒരു ഘട്ടത്തിലും കൂട്ടുകൂടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ കുട്ടികളെ കടത്തിയ കേസിൽ അറസ്റ്റിലായ BJP മഹിളാ മോർച്ച നേതാവ് ജൂഹി ചൌധരിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുട്ടിക്കടത്തിൽ BJP കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. കുട്ടികളെ കടത്തിയ സംഘം നടത്തിയ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് സർക്കാർ സഹായവും ലൈസൻസും ലഭ്യമാക്കാൻ ഇടപെട്ടതിനാണ് അറസ്റ്റ്. BJP ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ്, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് രൂപ ഗാംഗുലി എന്നിവരുമായി ശിശു സംരക്ഷണ കേന്ദ്രത്തിനായി ജൂഹി ചൌധരി ചർച്ച നടത്തിയതായി സൂചനയുണ്ട്. ശിശുക്ഷേമ കേന്ദ്രം നടത്തിപ്പുകാരിയായ ചന്ദന ചക്രവർത്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് ജൂഹി ചൌധരിയുടെയും മറ്റും പങ്ക് പോലീസ് മനസ്സിലാക്കിയത്. പാർട്ടി പരിപാടിക്ക് എത്തിയ യുവതിയെ BJP മുൻ MLA മയക്കുമരുന്ന് കലർന്ന സൂപ്പ് കുടിപ്പിച്ച് ബലാത്സംഗം ചെയ്തതായി പരാതി. BJPയുടെ സജീവ പ്രവർത്തകയായ യുവതിയുടെ പരാതിയിൽ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വിജയ് ജോളിക്കെതിരെ കേസെടുത്തു. കേസെടുത്തെങ്കിലും പാർട്ടി തലത്തിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം 10-ന് BJP നേതൃത്വം ഗുഡ്ഗാവിലെ ഹോട്ടലിൽ സംഘടിപ്പിച്ച പാർട്ടി പരിപാടിക്കിടെ മുൻ MLA വിജയ് ജോളി ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. BJPയുടെ സജീവ പ്രവർത്തകയായ വനിതാ അംഗം പറയുന്നത് ഇങ്ങനെ: ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ വിജയ് ജോളി മുറിയിലേക്ക് ക്ഷണിച്ചു. മുതിർന്ന നേതാവായതിനാൽ ക്ഷണം സ്വീകരിച്ച് മുറിയിലെത്തി. തുടർന്ന് ഓർഡർ ചെയ്ത തക്കാളി സൂപ്പ് വിജയ് ജോളി നൽകി. അല്പസമയത്തിന് ശേഷം തല കറങ്ങുന്നതായി തോന്നി. 2 മണിക്കൂറിന് ശേഷം ബോധം വന്നപ്പോൾ പൂർണ്ണ നഗ്നയായിരുന്നുവെന്നും ക്രൂരപീഡനത്തിന് ഇരയായെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും യുവതി പരാതിയിൽ പറയുന്നു. എന്നാൽ യുവതിയും ഭർത്താവും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് വിജയ് ജോളി ആരോപിച്ചു. BJPയുടെ വിദേശകാര്യ സെൽ കൺവീനർ കൂടിയായ വിജയ് ജോളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, ലഹരി മരുന്ന് നൽകി ബോധം കെടുത്തൽ എന്നീ കുറ്റങ്ങളിലാണ് വിജയ് ജോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുർമെഹർ കൗർ മോഡൽ RSS ആക്രമണം അസം സംഗീതജ്ഞനെതിരെയും. അസം സംഗീതജ്ഞനായ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനെ കൊന്ന പഴയ ഭീകരർ ഇപ്പോൾ BJP നേതാക്കളായതിനെതിരെ ഡാനിയൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡാനിയലിനെതിരെ സംഘപരിവാർ രംഗത്ത് വന്നത്. കാർഗിൽ യുദ്ധത്തിലാണ് ഗുർമോഹർ കൗറിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതെങ്കിൽ ആസാമിലെ യുവഗായകൻ ഡാനിയൽ ലെങ്താസയുടെ അച്ഛനെ തീവ്രവാദികൾ കൊലപ്പെടുത്തുകയായിരുന്നു. ആസാമിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡാനിയൽ ലെങ്താസയുടെ അച്ഛൻ. അതേ തീവ്രവാദികൾ BJP നേതാക്കളായി ഇപ്പോൾ ആസാം ഭരിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് ഡാനിയേൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. ഗുർമേഹർ കൗറിന്റെ പ്രതികരണത്തിന് സമാനമായ രീതിയിൽ വെള്ള പേപ്പറിൽ എഴുതിയ പോസ്റ്ററുകളുമായി നിൽക്കുന്ന ചിത്രമാണ് ഡാനിയേൽ ഫേസ്ബുക്കിലിട്ടത്. തീവ്രവാദികൾക്ക് കീഴടങ്ങാൻ കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകി. ആ തുക കൊണ്ട് അവർ രാഷ്ട്രീയ അടിത്തറയുണ്ടാക്കി. BJP അവർക്ക് അംഗത്വം നൽകി.
ഇപ്പോൾ തന്റെ ജില്ലയായ ദിമാ ഹസാവോ ഭരിക്കുന്നത് ആ തീവ്രവാദികളാണെന്നും ഡാനിയൽ ലെങ്ദാസെ ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ABVPയും BJPയും പരസ്യമായി ഡാനിയലിനെതിരെ ഭീഷണി മുഴക്കി. എന്നാൽ ഭീഷണിക്ക് മുമ്പിൽ താൻ ഭയപ്പെടുന്നില്ലെന്ന് യുവഗായകൻ വ്യക്തമാക്കുന്നു. ചിത്രങ്ങൾക്ക് പുറമെ ഗാനങ്ങളും ഡാനിയൽ ലെങ്ദാസെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗുർമേഹറിനെ ഭീഷണിപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ ഡാനിയലിനെയും എതിർക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിലെത്തി ആദ്യകാലത്ത് സംഘപരിവാർ സംഘടനകളുടെ അതിക്രമത്തിനെതിരെ സാഹിത്യകാരന്മാർ രംഗത്തെത്തി. പിന്നീട് വിദ്യാർത്ഥികളും. ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ മക്കളും അക്രമത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുർമേഹറിനെതിരായ ABVP ഭീഷണി ഫാസിസ്റ്റ് പ്രവണതയെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഭീഷണിക്ക് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. നെഹ്റുവിന്റെ പേരിൽ ഗോഡ്സെ നടത്തുന്ന കോളേജാണ് പാമ്പാടിയിലേത് എന്നും വർഗീയ ശക്തികൾ കോളേജുകളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും കോടിയേരി പറഞ്ഞു. വർഗീയ ശക്തികൾ ക്യാമ്പസുകൾക്കകത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുസ്ലിം ഹിന്ദു തീവ്രവാദ സംഘടനകൾക്കെല്ലാം ഒരേ ലക്ഷ്യമാണ്. പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ദില്ലി യൂണിവേഴ്സിറ്റിയിലെ ഗുർമേഹറിനെതിരായ ഭീഷണി ABVPയുടെ ഫാസിസ്റ്റ് നടപടിയാണെന്നും കോടിയേരി പറഞ്ഞു. ABVPയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ നിന്നെ ബലാത്സംഗം ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഫാസിസ്റ്റ് പ്രവണത പടർന്നു വന്നില്ലേ? SFI വിരുദ്ധ സഖ്യമുണ്ടാക്കുന്നവർ തിരുവനന്തപുരം MG കോളേജിൽ ABVP വിരുദ്ധ സഖ്യമുണ്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടിയേരി ചോദിച്ചു. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥി പീഡനം അവസാനിപ്പിക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കും. നെഹ്റുവിന്റെ പേരിൽ ഗോഡ്സെ നടത്തുന്ന കോളേജാണ് പാമ്പാടിയിലേതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. അവിടെ കണ്ടില്ലേ, പേര് നല്ല പേരാണ്, നെഹ്റു കോളേജ്. പേര് കേട്ടാൽ നെഹ്റു. അവിടെ ചെന്നോക്കുമാര ഗോഡ്സെ, പേര് നെഹ്റുവാണ്, മാനേജ്മെന്റ് ഗോഡ്സെ. അവിടെയല്ലേ വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ടു പോവുക, ഇടികൊടുക്കുക. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ആളുണ്ട് പോലും, ഈ ഇരിക്കുന്ന ഒരു വിദ്വാൻ, അവൻ കുട്ടികളുടെ താടി ഒന്ന് തടവി നോക്കും. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നടന്ന ബഹുജന പ്രതിരോധ സദസ്സിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ആക്രമിച്ച 2 ABVP പ്രവർത്തകരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. അതേസമയം കാർഗിൽ രക്തസാക്ഷിയുടെ മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണി വന്ന ഫേസ്ബുക്ക് പേജ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഫേസ്ബുക്ക് അധികൃതർക്ക് ദില്ലി വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകി. ABVP ഭാരവാഹികളായ പ്രശാന്ത് മിശ്ര, വിനായക് ശർമ്മ എന്നിവരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥി സംഘടനയായ ഐസ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ബുധനാഴ്ച ABVPയുടെ നേതൃത്വത്തിൽ ദില്ലി രാംജാസ് കോളേജിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 20ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. എന്നിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി കോളേജിന് മുമ്പിൽ ധർണ നടത്തി. ഇതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ പങ്കെടുത്ത കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 4-ാം തീയതി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തണലിൽ ABVP നടത്തുന്ന ആക്രമണം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. അതേസമയം കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ഗുർമേഹർ കൗറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഭീഷണി മുഴക്കിയ ഫേസ്ബുക്ക് പേജ് നീക്കം ചെയ്യാൻ ഫേസ്ബുക്ക് അധികൃതർക്ക് ദില്ലി വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ കോളേജ് ജീവനക്കാരെ പുറത്താക്കി. PRO സഞ്ജിത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ എന്നിവരടക്കം 5 പേരെയാണ് പുറത്താക്കിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം പിൻവലിച്ചു. PRO സഞ്ജിത്ത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകരായ CP പ്രവീൺ, ഇർഷാദ്, കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് നെഹ്റു കോളേജ് മാനേജ്മെന്റ് പുറത്താക്കിയത്. കോളേജ് തുറക്കാനായി ജില്ലാ കളക്ടർ ഉണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ മാനേജ്മെന്റ് പാലിക്കുന്നില്ല എന്നാരോപിച്ച വിദ്യാർത്ഥികൾ വീണ്ടും സമരം ആരംഭിച്ചതോടെയാണ് ഇവരെ പുറത്താക്കിയതായി രേഖാമൂലം ഉറപ്പു നൽകിയത്. ചെയർമാൻ കൃഷ്ണദാസിന് പകരം ചുമതലയേറ്റ കൃഷ്ണകുമാർ ഇന്നാണ് ആദ്യമായി കോളേജിലെത്തിയത്. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ കൃഷ്ണകുമാർ ഒപ്പുവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല. തുടർന്നാണ് ക്ലാസ് ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത്. മാനേജ്മെന്റ് അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടില്ല, PTA രൂപീകരിച്ച പ്രവർത്തനം ഉറപ്പാക്കും, ഇന്റേണൽമാർക്ക് ഡ്രസ് കോഡ്, നിർബന്ധിത പിഴ എന്നിവയ്ക്കെതിരായ പരാതികൾ പ്രത്യേക സംവിധാനത്തിലൂടെ പരിഹരിക്കും എന്നീ ഉറപ്പുകളും മാനേജ്മെന്റ് നൽകി. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ സമരം പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്കും വിജേഷിനുമെതിരെ നിർണായക മൊഴി. കായലിൽ ഒഴുക്കുള്ള ഭാഗം സുനിയും കൂട്ടാളിയും അന്വേഷിച്ചെന്ന് ഹോട്ടലുടമ പോലീസിന് മൊഴി നൽകി. മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനാണ് ഇത് എന്നായിരുന്നു പോലീസ് നിഗമനം. അതേസമയം സുനിയും സംഘവും നടിയെ പിന്തുടരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഹൈവേയിലെയും കൊച്ചി നഗരത്തിലെ ക്യാമറയിലെയും ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തെ സുനിയും കൂട്ടാളികളും പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് ദേശീയപാതയോരത്തെ CCTVകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പ്രതികൾ വെണ്ണലയിൽ ഇറങ്ങി വെള്ളം വാങ്ങിയത് ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിലില്ല. വെണ്ണലയിലെ ഓടയിലാണ് നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നായിരുന്നു സുനി ആദ്യം മൊഴി നൽകിയിരുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞുവെന്ന് മൊഴി മാറ്റി. ദേശീയപാതയോരത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിച്ച പോലീസ് സുനിയുടെ മൊഴിയിലെ വസ്തുതകൾ പരിശോധിച്ചു വരികയാണ്. മറ്റെവിടെയെങ്കിലും മൊബൈൽ ഫോൺ ഒളിപ്പിക്കാൻ ഇവർ ഇറങ്ങിയിരുന്നോ, യാത്രക്കിടയിൽ ആരെയൊക്കെയാണ് സന്ദർശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഈ ദൃശ്യങ്ങൾ സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ പ്രതികൾക്കെതിരെ കൊച്ചിയിലെ ഹോട്ടലുടമ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലാവുന്ന ദിവസമെത്തിയ സുനിയും വിജീഷും പ്രധാനമായും അന്വേഷിച്ചത് സമീപത്തെ ഒഴുക്കുള്ള സ്ഥലമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നോട് ഇവിടെ രാവിലെ വന്ന് ഫുഡ് ചോദിച്ചു, എന്താ ഫുഡുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന ഫുഡാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ട് ചോദിച്ചു. അത് 4 മുട്ടക്കറി വാങ്ങിച്ചു, അതും പാക്ക് ചെയ്തു. 2 പേരും ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്കിൽ നിന്നേച്ചു, ഒരാളകത്ത് കയറി വന്നു. അതിൻ്റെ പൈസ തന്നു, വാങ്ങിച്ചു. അതിൻ്റെ ചേഞ്ചും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു ഒഴുക്കുള്ള സ്ഥലം എവിടെയാണ് ചേച്ചി ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഇവിടെ പുതിയതായിട്ട് തുടങ്ങി, ഞാൻ ഇവിടുത്തെ ആളല്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല അമ്പലത്തിലെ വലിയ സാധനങ്ങളൊക്കെ ഒഴുക്കാനൊക്കെ അങ്ങനെ വരുമല്ലോ, അപ്പോൾ അത് വല്ല ആയിരിക്കും ചോദിച്ചത്. പുള്ളിയുടെ പക്ഷെ മുഖം ഞാൻ നശിച്ചിരിക്കുന്നത് കണ്ട്, കാരണം ഹെൽമറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി പ്രതികളുടെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്കുള്ളിൽ നിന്ന് ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. മലയാള സിനിമ മാഫിയകളുടെ പിടിയിലാണ് എന്ന പ്രചാരണം പുകമറയാണെന്നും സംഭവത്തിന്റെ പേരിൽ മേഖലയെ അടച്ചാക്ഷേപിക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയില്ല എന്ന പൃഥ്വിരാജിന്റെ നിലപാട് സ്വാഗതാർഹമാണ് എന്നും സത്യൻ അന്തിക്കാട് തൃശൂരിൽ പറഞ്ഞു. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്ക് പുറത്തുനിന്നുള്ള ക്രിമിനലുകൾ ആണെന്നും ഈ സംഭവത്തിന്റെ പേരിൽ മേഖലയെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണെന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള ഗൂഢാലോചന ഉള്ളതായി കരുതുന്നില്ല. ഇതിന്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത് സിനിമയിൽ നിന്ന് ഈ പെൺകുട്ടിയോടുള്ളൊരു വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അതൊരു ബ്ലാക്ക് മെയിലിംഗിന്റെ വേണ്ടിയുള്ള കൊട്ടേഷൻ ആണെങ്കിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഭാഗമാണ്. സിനിമയ്ക്കുള്ളിൽ ആരും അത്ര വൃത്തികെട്ടവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാള സിനിമ മാഫിയകളുടെ കൈകളിലാണെന്ന പ്രചരണം പുകമറയാണ്. ന്യൂ ജനറേഷൻ സിനിമക്കാർ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഇതിന്റെ ഭാഗമാണ്. പുതിയ സംവിധായകർ, പുതിയ റൈറ്റേഴ്സ്, പുതിയ ആക്ടേഴ്സ് എല്ലാം വളരെ സിൻസിയറായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നവസംവിധായകർ അല്ലെങ്കിൽ പുതിയ സിനിമാ സെറ്റുകൾ അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അത് പാടില്ല. സംഭവത്തിന് ശേഷം തളരാതെ മേഖലയിൽ സജീവമായ നടി സമൂഹത്തിന് മാതൃകയാണെന്ന് സത്യൻ അന്തിക്കാട് അഭിനന്ദിച്ചു. പക്ഷെ അതിനപ്പുറത്ത് പൂർവാധികം കരുത്തോടു കൂടിയിട്ട് ആ കുട്ടി കടന്നു വരുന്നു. അത് ഒരു വലിയ നന്മയുടെ അടയാളമാണ്. സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയില്ലെന്ന പൃഥ്വിരാജിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും അനാവശ്യമായി ഇത്തരം പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സിനിമാ എഴുത്തുകാരെ പിന്തിരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന്റെ പിടിയിലായ പൾസർ സുനിക്ക് മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടെന്ന് PT തോമസ് MLA. സുനി വ്യാജ പാസ്പോർട്ടിൽ വിദേശത്ത് പോയിട്ടുള്ളതായും ഈ കാലഘട്ടത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയിരുന്നതായും ബലമായി സംശയിക്കത്തക്ക വാർത്തകളുണ്ടെന്നും PT തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദമായ അന്വേഷണം നടത്തണമെന്ന് PT തോമസ് ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയതുപോലെ നേരത്തെ 2 നടികളെയും ഉണ്ടെന്ന വാർത്തയും അന്വേഷണ വിധേയമാക്കണമെന്നും PT തോമസ് പറഞ്ഞു. പൾസർ സുനി എന്ന് പറയുന്ന പ്രതി വ്യാജ പാസ്പോർട്ട് സമ്പാദിച്ച് വിദേശത്ത് പോവുകയും കുറേ നാൾ കേരളത്തിൽ നിന്നും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വയനാട്. 33 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ എത്തി ഫെബ്രുവരി തുടക്കത്തിലെ വയനാട്ടിൽ. വലിയ വരൾച്ച പ്രവചിച്ച് കബനി നദി നേരത്തെ വറ്റിവരണ്ടു. പശ്ചിമഘട്ട താഴ്വരകളിൽ വനമേഖലകൾ കാട്ടുതീ ഭീഷണിയിലാണ്. തുലാമഴ കൂടി ഇത്തവണ ഏറെ കുറഞ്ഞതോടെ ഊഷരഭൂമിയാവുകയാണ് വയനാട്. ഫെബ്രുവരി മുതൽ കടുത്ത ചൂടിനെ നേരിടുകയാണ് ജില്ല. പശ്ചിമഘട്ടത്തിന്റെ അതിരുകളിൽ തീനാളങ്ങൾ ചുട്ടരിച്ചത് ഹെക്ടർ കണക്കിന് വനപ്രദേശങ്ങളാണ്. കബനിയും അതിന്റെ തീരപ്രദേശങ്ങളും വരണ്ടുടങ്ങിക്കഴിഞ്ഞു. വന്യമൃഗങ്ങൾ കാടിറങ്ങി തുടങ്ങി. ഇനി വരുന്ന 3 മാസക്കാലത്തേക്കെങ്കിലും പ്രതീക്ഷിക്കുന്ന കടുത്ത വേനലിനെ ഈ മലയോരങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേയറ്റത്തെ വയനാടെന്ന ഹരിതഭൂമി ഇന്നോളം കാണാത്ത വരൾച്ചയിലേക്കാണ് നീങ്ങുന്നത്.
മരുഭൂവൽക്കരണത്തിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ ഈ ഭൂമിയും പ്രകടിപ്പിച്ചു തുടങ്ങി. കരിഞ്ഞുണങ്ങി നിൽക്കുന്ന വനമേഖലകൾ ഏതു നിമിഷവും അഗ്നി വിഴുങ്ങുമെന്ന നിലയിലാണ്. ബന്ദിപ്പൂരിൽ പടർന്നു പിടിച്ച കാട്ടുതീ സൃഷ്ടിച്ച ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല. കബനി നേരത്തെ വരണ്ടുണങ്ങിയതും അതിന്റെ തീരപ്രദേശങ്ങളായ മുള്ളൻകൊല്ലിയും പുൽപ്പള്ളിയും പിന്നെ അമ്പലവയൽ തുടങ്ങിയ ജലസമൃദ്ധമായ പ്രദേശങ്ങളും മുൻപെങ്ങുമില്ലാത്ത വിധം വരണ്ടുണങ്ങിയത് ആശങ്ക സൃഷ്ടിക്കും വിധത്തിലാണ്. മരുഭൂവൽക്കരണത്തിന് കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ നമ്മൾ 10-15 കൊല്ലമായിട്ട് കാണുന്ന നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന മുള്ളൻകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങൾ. ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെ വലിയൊരു കേന്ദ്രമായിരുന്നു പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലകൾ. ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പം അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായതിൻ്റെ അവസ്ഥയിലേക്ക് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ കാർഷിക മേഖല മൊത്തം തകർന്നത് പരിസ്ഥിതി നാശം കൊണ്ടാണ്, കാലാവസ്ഥയിലുണ്ടായിരുന്ന നാശം കൊണ്ടാണ്. കൊടും ചൂടിൽ ദാഹനീരിനും ഭക്ഷണത്തിനുമായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതും ജലലഭ്യതയില്ലാതെ പാടശേഖരങ്ങൾ തരിശായി കിടക്കുന്നതും ഇന്നിവിടെ പതിവ് കാഴ്ചകളാണ്. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കുറവ് മഴ ലഭിച്ച വയനാട്ടിൽ അനുഭവപ്പെടുന്ന വിരുദ്ധ കാലാവസ്ഥകൾ വരുംകാല ദുരന്തത്തിന്റെ സൂചകങ്ങളായാണ് പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നത്. അനൂപ് കെആർ, വയനാട്. ഇടവേള. കൈരളി ടിവിയും കാഴ്ച എന്ന സംഘടനയും ചേർന്ന് അഭിവന്ധ്യ വലിയ മെത്രാപ്പോലീത്ത മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ 100ാം പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം പത്തനംതിട്ടയിൽ നഗരസഭാ അധ്യക്ഷ രജനി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന സമിതി അംഗം അനന്തഗോപൻ ചെയർമാനായും സജികുമാർ കൺവീനറായും റോഷൻ റോയ് മാത്യു വർക്കിംഗ് ചെയർമാനായും 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. പരിപാടിയുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. ഈ മാസം 25-ന് വലിയ മെഗാ ഷോയോടൊപ്പമാണ് ക്രിസോസ്റ്റം തിരുമേനിയുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്.